Hi all. Single source shortest path ഗ്രേഡി അൽഗോരിതം വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെ നമ്മൾ ഡിജിക്സ്ട്രാസ് അൽഗോരിതം എന്നും പറയപ്പെടുന്നു. പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെയാണ് സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഡിജിക്സ്ട്രാസ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോയിൽ എങ്ങനെ അതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ അൽഗോരിതം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അറേ നമുക്കുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഓരോ നോഡും നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ നെയ്ബറിനെ വെച്ച് നമ്മൾ അടുത്ത ഡിസ്റ്റൻസ്, നമ്മുടെ സോഴ്സിന് എത്തിപ്പെടാൻ പറ്റുന്ന ഡിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ആ അപ്ഡേറ്റ് ചെയ്യുന്ന അറേയാണ് ഡിസ്റ്റൻസ് അറേ. ഇനിഷ്യലിൽ നമ്മൾ എസ് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അത് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്ക് എത്തിപ്പെടാനുള്ളത് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യുന്നു? ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനിഷ്യലിൽ എസ് എന്ന് പറയുന്നു, ക്യൂ എന്ന് പറയുന്നു വേറെ രണ്ട് അറയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ് സെലക്റ്റഡ്, നമ്മൾ ഏതൊക്കെ വെർട്ടെക്സ് ആണ് സെലക്ട് ചെയ്തത് എന്നുള്ളൂ. ക്യൂ ഇനി ഏതൊക്കെ വെർട്ടെക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. എസ് സെലക്ട് ചെയ്ത വെർട്ടെക്സ്, ക്യൂ ഇനി ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാനുള്ള വെർട്ടെക്സ് എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ലൂപ്പ് ഇവിടെ എന്താ ചെയ്യുന്നത്? ക്യൂ എന്ന് പറയുന്ന അറയിൽ നിന്ന് നമ്മൾ ഓരോ എലമെന്റിനെ സെലക്ട് ചെയ്യാണ്. എങ്ങനെ എലമെന്റിനെ സെലക്ട് ചെയ്യും? ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള നോഡ് ഇപ്പം ഏതാണോ ഉള്ളത് അവനെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത നോഡ് യു ആക്കുകയും ആ യുവിനെ നമ്മൾ എന്താക്കുന്നു? സെലക്റ്റഡ് എന്ന് പറയുന്ന അറയിലേക്ക് യൂണിയൻ ചെയ്ത് സെലക്റ്റഡ് വെർട്ടെക്സിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ എടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത വെർട്ടെക്സിന്റെ എല്ലാ നെയ്ബേഴ്സിനെയും, വി എന്ന് പറയുന്ന യുവിന്റെ എല്ലാ നെയ്ബേഴ്സിനെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഇപ്പോൾ അത് നിൽക്കുന്ന, അതായത് യുവിൽ എത്തിയിട്ടുള്ള ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസിൽ നിന്ന് അതിന്റെ നെയ്ബറിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് പ്രീവിയസ് ആ നോഡിൽ എത്താനുള്ള ദൂരം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇതിൽ പുതുതായിട്ട് കണ്ടുപിടിച്ചതാണ് ചെറുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിനെ അപ്ഡേറ്റ് ചെയ്യുന്നു പുതുതായിട്ട് കണ്ട നോഡുമായിട്ട്. ഈ പ്രോസസ് എത്ര നേരം വർക്ക് ചെയ്യും? ക്യൂ എംറ്റി ആകുന്നത് വരെ. അതായത് എല്ലാ വെർട്ടെക്സും ക്യൂവിൽ നിന്നും നമ്മളൊരു നോഡ് സെലക്ട് ചെയ്യുന്നു. അത് ചെറിയ ഡിസ്റ്റൻസ് ആയ നോഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ എസിലേക്ക് വെക്കുമ്പോൾ ക്യൂവിൽ നിന്നും ഇവനെ ഡിലീറ്റും ചെയ്യുന്നു. അങ്ങനെ എല്ലാ നോഡും സെലക്ട് ആയതിനു ശേഷം, അങ്ങനെ എല്ലാ നോഡും സെലക്ട് ആകുമ്പോൾ ക്യൂ എന്താവും? എംറ്റി ആവും. അങ്ങനെ എംറ്റി ആകുന്നത് വരെ ഈ പ്രോസസ്സ് വർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കാം. ഇനിഷ്യലിൽ നമ്മൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഴ്സ് വെർട്ടെക്സ് 0 ആക്കി ബാക്കിയുള്ളതെല്ലാം ഇൻഫിനിറ്റി ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? വൈൽ ക്യൂ നോട്ട് ഈക്വൽ ടു 5. ഇപ്പൊ ക്യൂവിലേക്ക് എന്തൊക്കെയുണ്ട്? ആദ്യമേ നമ്മൾ എസ് നള്ളാക്കി വെച്ചു. ഇപ്പൊ ക്യൂവിൽ ഇനി സെലക്ട് ചെയ്യാനുള്ളത് 0 സെലക്ട് ചെയ്യാനുണ്ട്, 1 സെലക്ട് ചെയ്യാനുണ്ട്, 2 സെലക്ട് ചെയ്യാനുണ്ട്, 3 സെലക്ട് ചെയ്യാനുണ്ട്, 4 സെലക്ട് ചെയ്യാനുണ്ട്, 5 സെലക്ട് ചെയ്യാനുണ്ട്, 6, 7, 8. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ആക്കി വെച്ചേക്കുന്നത്? 0യിലേക്കുള്ളത് 0യും ബാക്കിയുള്ളതെല്ലാം ഇൻഫിനിറ്റി. എന്നിട്ട് ഇനി ക്യൂ എംറ്റി ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇവിടെ ഞാനത് ഇനിഷ്യലി കാണിച്ചിട്ടില്ല. 0ക്ക് 0 ഡിസ്റ്റൻസും ബാക്കി എല്ലാത്തിനും ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മിൻ ഡിസ്റ്റൻസ്. ഇതെല്ലാം ഒറ്റ അറയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരോ അറയായിട്ട് കാണിച്ചേക്കുന്നത്. ഈ ഒറ്റ അറയിലാണ് ഇതെല്ലാം അപ്ഡേറ്റ് ആകുന്നത്. ഈ അറയിൽ ഇനിഷ്യൽ കേസിൽ 0യ്ക്കാണ് 0 ഡിസ്റ്റൻസും ബാക്കിയെല്ലാം ഇൻഫിനിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരെ സെലക്ട് ചെയ്യും? 0യെ സെലക്ട് ചെയ്യും. 0യെ സെലക്ട് ചെയ്ത് എവിടെ വെക്കും? എസിലേക്ക് വെക്കും. അപ്പം 0യെ സെലക്ട് ചെയ്ത് നമ്മൾ എസിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്നും ഈ 0യെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ സെലക്ട് ചെയ്ത ആരാണ്? 0നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ 0യുടെ എല്ലാ നെയ്ബേഴ്സിനെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ 0യിൽ നിന്നും അതിന്റെ എല്ലാ നെയ്ബേഴ്സിനെയും അപ്ഡേറ്റ് ചെയ്യുക. അതായത് 1ഉം 4ഉം ആണ്. ഇനിഷ്യലി 1 എത്രയാണ്? ഇൻഫിനിറ്റി. 4 എത്രയാണ്? ഇൻഫിനിറ്റി. അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഓഫ് വി, അതായത് 1ഉം 4ഉം ആണ് ഇപ്പൊ ഇനി വി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 1ലേക്കും ഇൻഫിനിറ്റി ആണ്, 4ലേക്കും ഇൻഫിനിറ്റി ആണ്. 0യിൽ നിന്നും 0,
ഈക്വേഷൻ 0 പ്ലസ് 4, 1ന്റെ കേസാണ് പറയുന്നത്. 0 പ്ലസ് 4 എന്തായി? 1ന്റെ ഡിസ്റ്റൻസ് 4 ആയിട്ടും ഇനി ഈ 4ലേക്ക് എത്രയാണ്? 0 പ്ലസ് 8, 0 പ്ലസ് 8 ആയിട്ട് നമ്മൾ ആദ്യമേ അപ്ഡേറ്റ് ചെയ്യും. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി. കാരണം 0യുടെ നെയ്ബേഴ്സ് 1ഉം 4ഉം മാത്രമാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ വരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? ക്യൂവിൽ നിന്നും ക്യൂ നള്ളാകുന്നതുവരെ ഈ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യണം. ഈ ലൂപ്പിൽ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു യൂനെ സെലക്ട് ചെയ്യണം. ക്യൂവിൽ നിന്നും, അതായത് ഇതാണ് ക്യൂ, ഈ ക്യൂവിൽ നിന്നും ഒരു യൂനെ സെലക്ട് ചെയ്യണം. എങ്ങനെ? ഇവിടെ മിനിമം ഡിസ്റ്റൻസ് ആയിട്ടുള്ള, ഇവിടെ മിനിമം ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആരാണ്? 4 ആണ്. അതാരാണ്? നോഡ് 1 ആണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ 1നെ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ 1നെ സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്യൂവിൽ നിന്നും 1നെ ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എസിലേക്ക് നമ്മൾ ആഡ് ചെയ്തല്ലോ. ഈ 1ന്റെ നെയ്ബേഴ്സിനെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക. 1ന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ 2 മാത്രമേ ഉള്ളൂ. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? ഇനിഷ്യലി 2ൽ ഇൻഫിനിറ്റി ആണ്, അതാണോ ചെറുത്? അതോ 1ൽ എത്തി നിൽക്കാൻ, അതായത് 0ക്ക് 1ലേക്ക് എത്താൻ 4 പ്ലസ് 8, 12 ആണോ ചെറുത്? 12 ആണ് ചെറുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. എന്തായി? ഇവിടെ 12 അപ്ഡേറ്റ് ആയി. ഈ 8 നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, കാരണം 1ന്റെ നെയ്ബർ അല്ല ഈ 4. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഉള്ള മിച്ചമുള്ള ക്യൂവിൽ നിന്നും വീണ്ടും നമ്മൾ എവിടെ എത്തി? ഇവിടെ നിന്ന് ക്യൂ എം ടി ആകുന്നവരെ ഈ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യുക. യു എന്ന് പറയുന്ന ആളെ നമ്മൾക്ക് വേണം. എവിടുന്ന്? ഈ ക്യൂവിൽ നിന്നും മിനിമം ഡിസ്റ്റൻസ് ഉള്ള ആളെയാണ് വേണ്ടത്. ക്യൂവിൽ ഇനി ആരൊക്കെയുണ്ട്? 2 3 4 5 6 7 8, 2 3 4 5 6 7 8. ഇവിടെ മിനിമം ആരാണ്? 4 ആണ് മിനിമം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെ സെലക്ട് ചെയ്യും? ഇവിടെ നിന്നും 4നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും 4നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ 4നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, എസിലേക്ക് ആഡ് ചെയ്തു. ഇനി ഈ 4ന്റെ നെയ്ബേഴ്സിനെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. 4ന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? 7ഉം 5ഉം. 7ഉം 5ഉം നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. 5ലേക്ക് എത്താൻ 9ഉം 7ലേക്ക് എത്താൻ 15. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂ എം ടി അല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ ക്യൂവിലുള്ള നോഡിൽ നിന്നും ഏതാണ് ഇനി ഏറ്റവും ചെറുതുള്ളത്? 12 ഇൻഫിനിറ്റി, 9 ഇൻഫിനിറ്റി, 15 ഇൻഫിനിറ്റി. ഇതിലേതാണ് ചെറുത്? 9. 9 ആരാണ്? നോഡ് 5 ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും 5നെ അപ്ഡേറ്റ് ചെയ്യുന്നു. 5നെ ഇവിടെ മിനിമം ഡിസ്റ്റൻസ് 5നാണെന്നുള്ളത് അറിയുകയും ആ 5നെ എസിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 5ന്റെ നെയ്ബേഴ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ക്യൂവിൽ നിന്ന് 5നെ ഡിലീറ്റ് ചെയ്യുകയും വേണം. ഈ 5ൽ നിന്നും നെയ്ബേഴ്സ് 7ഉം 6ഉം ഇവിടെ നമ്മൾ ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്ത് 7നെയും 6നെയും അപ്ഡേറ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്ത എന്താണ്? ഈ ഡിസ്റ്റൻസ് അറയിൽ നിന്നും ഏറ്റവും ചെറുത് ആയിരിക്കെ? 2 3 6 7 8 ഉണ്ട്. 2 3 6 7 8 ഉണ്ട്. ഇവിടെ ആരാണ് മിനിമം? ഇവിടെ ആരാണ് മിനിമം? 6 ആണ് മിനിമം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആര് റിട്ടേൺ തരും? 6 ആണ് മിനിമം എന്നുള്ള റിട്ടേൺ തരുന്നു. ഇവിടെ നമ്മൾ എസിലേക്ക് 6നെ ആഡ് ചെയ്യുന്നു. ഇവിടെ 6ൽ നിന്നും നമ്മൾ അവനെ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി 6ന്റെ നെയ്ബേഴ്സിനെ, ഇവിടെ 6 ആണല്ലോ വന്ന്, ഫോർ ഓൾ നെയ്ബേഴ്സ് ഇൻ 6 വി 6ന്റെ ആക്ട് ചെയ്യുന്നു. ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നു. 6ന്റെ എല്ലാ നെയ്ബേഴ്സിനെയും അപ്ഡേറ്റ് ചെയ്യുന്നു. 6ന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? 2ഉം 3ഉം 8ഉം. ഇവിടെ 2ഉം 3ഉം 8ഉം അപ്ഡേറ്റ് ചെയ്യുന്നു. 2 മാറിയില്ല. കാരണം എന്തുകൊണ്ടാണ് 2 മാറായിരുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ 6നെ അപ്ഡേറ്റ് ചെയ്യുമ്പം 6ലേക്ക് എത്താൻ ഉള്ള ദൂരം 11 ആണെന്നറിയാം. 11ൽ നിന്നും 4 ഡിസ്റ്റൻസിൽ എനിക്ക് 6 വഴി ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ആണ് ഡിസ്റ്റൻസ്. പക്ഷെ ഇവിടെ ഓൾറെഡി 12ൽ എത്താവുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അതിനെ അപ്ഡേറ്റ് ചെയ്യില്ല. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? ക്യൂ എം ടി ആണോ? അല്ല. ക്യൂ എം ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ലൂപ്പിൻ്റെ അകത്ത് വരുന്നു മിനിമം ഡിസ്റ്റൻസ്. ഇനി ക്യൂവിലുള്ള നോഡുകളിൽ ആരാണ് മിനിമം ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കുന്നു. ക്യൂവിൽ മിനിമം ഡിസ്റ്റൻസ് ഇനി ആരാണ്? 12 ആണ്. അപ്പം നോഡ് 2നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നോഡ് 2 എസിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ നോഡ് 2 ഇവിടെ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്? ഈ 2ന്റെ എല്ലാ നെയ്ബേഴ്സിനെയും അപ്ഡേറ്റ് ചെയ്യുന്നു. 6നെ ഇനി നമ്മൾ എടുക്കണ്ട, കാരണം ഓൾറെഡി 6 അപ്ഡേറ്റഡ് ആണ്, സോറി സെലക്റ്റഡ് ആണ്. 7നെ എടുക്കാം, 1നെ എടുക്കാൻ പറ്റില്ല, 1 സെലക്റ്റഡ് ആണ്. 3നെ എടുക്കാം. അപ്പം 7ഉം 3ഉം നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പം 7 14 ആണെന്നും മനസ്സിലാവുന്നു. 3 19 ആയിട്ടും നമ്മൾ
അപ്ഡേറ്റ് ചെയ്തു. 21 മാറ്റമൊന്നുമില്ല. ഇനി വീണ്ടും എന്താണ്, ഇവിടെ നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ക്യൂ എടുക്കാൻ ശ്രമിക്കുന്നു. മിനിമം ഡിസ്റ്റൻസ് ക്യൂവിൽ ഉള്ള നോഡിൽ ആർക്കാണ് ഈ മിനിമം ഡിസ്റ്റൻസ് ഉള്ളത്? ആർക്കാണ് മിനിമം ഡിസ്റ്റൻസ് ഉള്ളത്? 7 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ 7 എടുക്കുന്നു, ഇവിടെ നിന്നും നമ്മൾ 7 ഡിലീറ്റ് ചെയ്യുന്നു. ഇനി 7 വന്നല്ലോ, ഈ 7ൽ നിന്നും അടുത്ത് അപ്ഡേറ്റ് ചെയ്യുക നെയ്ബേഴ്സിനെ. 5 സെലക്റ്റഡ് ആയതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട, 4 സെലക്റ്റഡ് ആയതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട, 2 സെലക്റ്റഡ് ആയതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട. അപ്പോൾ എന്താണ്, ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. ഇനി നമ്മൾ നോക്കുന്നു ഈ ക്യൂവിൽ മിനിമം ഡിസ്റ്റൻസ് ആരൊക്കെയാണ്. 3ലും 8ലും മിനിമം ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ നമ്മൾ ആരെ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യണം? 3യെ സെലക്ട് ചെയ്യുന്നു, 3യെ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് നോക്കണം, 3 വന്നു കഴിഞ്ഞാൽ 3യുടെ നെയ്ബേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. 6 അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി സെലക്റ്റഡ് ആണ്. 2 അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി 8നെ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുമ്പം 3യിൽ എത്തിപ്പെടാനുള്ള ദൂരം 19 പ്ലസ് 9 എന്ന് പറയുന്നത് 28 ആണ്. പക്ഷേ ഓൾറെഡി 8ലേക്ക് എത്താൻ 21 ദൂരത്തിൽ സാധിക്കുന്നത് കൊണ്ട് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യേല. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇവിടെ 21 ആണ് ആകെ മിച്ചമുള്ളത്, 21 ആണ് സ്മോളസ്റ്റ്. അപ്പോൾ അത് ഏത് നോഡാണ്? 8 എന്ന നോഡാണ്. അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ക്യൂ എം ടി ആക്കുന്നു. ശേഷം ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ട കാര്യം ഇല്ല, കാരണം ക്യൂ എം ടി ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഈ ഫംഗ്ഷനിൽ നിന്നും ഇത് റിട്ടേൺ ആവുന്നു നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ അറയാണ്, ഈ അറയിലേക്ക് ആണ് എല്ലാം എഡിറ്റ് ആകുന്നത്. ആ എഡിറ്റ് ആയ ഡിസ്റ്റൻസ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4ാമത്തെ ഇതിൽ നമുക്ക് 4, 12, 19, 8, 9, 11, 14, 21 എന്നും പറഞ്ഞ് അപ്ഡേറ്റ് ആവും. എന്നിട്ട് ഈ ലിസ്റ്റാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, ഡിസ്റ്റൻസ് അറേ. അപ്പോൾ നമുക്ക് സോഴ്സ് വെക്ടറിൽ നിന്നും എല്ലാ നോഡിലേക്കും പോകാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. എങ്ങനെ? 0ൽ നിന്നും 1ലേക്ക് പോകാൻ 4 ഡിസ്റ്റൻസിൽ പോവാം, 0ൽ നിന്നും 2ലേക്ക് 12 ഡിസ്റ്റൻസിൽ പോവാം, അങ്ങനെ 0ൽ നിന്നും 3ലേക്ക് 19 ഡിസ്റ്റൻസ്, 0ൽ നിന്നും 7ലേക്ക് 14 ഡിസ്റ്റൻസ്, അങ്ങനെ 8 എത്താൻ 21 ഡിസ്റ്റൻസിൽ എത്തിപ്പെടാം എന്നാണ് ഈ അൽഗോരിതം നമുക്ക് തരുന്ന റിസൾട്ട്. മനസ്സിലായി?